നമസ്കാരം. നല്ല മഴ, കാലവർഷം തുടങ്ങി. ഈ പെങ്ങളുടെ മകളെ കളിച്ച സംഭവം എന്ന് പറയാൻ എൻ്റെ ഡയറക്റ്റ് പെങ്ങളല്ല, കൂട്ടുകാരൻ്റെ പെങ്ങളുടെ മോളെ. അതായത് ഈ അച്ചായന്മാർ കുടിയേറ്റ കർഷകരാണ് ഈ മലപ്പുറം വയനാടൊക്കെ ഉള്ളത്. അപ്പം അതിൽപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ട് മലപ്പുറത്ത് നിന്ന്, അവൻ്റെ മോളുടെ കല്യാണം. അവനിവിടെ കുറേ കഷ്ടപ്പെട്ടിട്ടൊക്കെ കുറച്ച് റിച്ചായതാണ്. ആകെ 5 ഏക്കർ പറമ്പ് മേടിച്ച് ഇവിടെ അതിൽ റബ്ബർ വെച്ച് അതിൻ്റെ വെട്ട് വരുമാനം വരെ കിട്ടണവരെ അവൻ കുറച്ച് ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ അവൻ റിച്ചായി. അപ്പോൾ ഇവന് 2 പെൺകുട്ടികളാണ്. അപ്പോൾ ഇവൻ്റെ മോളുടെ കല്യാണം, വലിയ മോളുടെ കല്യാണം. ഇവനൊരു വീടൊക്കെ വെച്ചപ്പോൾ എൻ്റെ ബന്ധുക്കളെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് ആർഭാടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവൻ്റെ റിലേറ്റീവ്സൊക്കെ പല സ്ഥലങ്ങളിലാണ്. ഒരു പെങ്ങൾ താമസിക്കണ വയനാട് കൽപ്പറ്റ മീനങ്ങാടി ഭാഗത്താണ്. അപ്പം ഇവൻ എന്നോട് പറഞ്ഞടാ, നമുക്ക് കല്യാണം വിളിക്കാൻ പോകത്തില്ലേ, നീ എൻ്റെ ഒപ്പം വരും വെച്ച്. അപ്പം ഞാൻ വരാം, എങ്ങനെ പോണേ വെച്ച്. ഈ കഥ ഈ സംഭവം ഞാൻ എൻ്റെ മറ്റേ ചാനൽ തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അന്നൊന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ വലിയൊരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഞാൻ പറയാം നമുക്ക് ബൈക്കിന് പോകാൻ. അങ്ങനെ ഞാനും ഇവനും കൂടി ബൈക്കുമേൽ വയനാട് പോകാം. അവിടെ തന്നെ 1-2 വീടുകൾ വിളിക്കാനൊക്കെ ഉണ്ട്. ഉച്ചയായപ്പോൾ എൻ്റെ പെങ്ങളുടെ വീട്ടിലെത്തി. അവിടെ എത്തി ഞങ്ങൾ ഭക്ഷണം കഴിച്ച്. നല്ല സ്നേഹമുള്ള പെങ്ങളുടെ മോളാണെങ്കിലുണ്ടല്ലോ, ഒരു കറുത്തതുണ്ട്, നല്ല ബ്യൂട്ടി, നല്ല ഷേപ്പുള്ള പെണ്ണാണ്. അവൾക്കൊരു 30 വയസ്സൊക്കെ ഉണ്ട്. കല്യാണമൊന്നും വന്നിട്ടില്ല. എഡ്യൂക്കേറ്റഡാണ്, ഡിഗ്രി PG ഒക്കെ ഉണ്ട് അവൾക്ക്. അപ്പോൾ പെങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ ഇവനോട് പറഞ്ഞു, ഇവരുടെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ഒരു ടീം ബത്തേരിയിൽ നിന്ന് കുറച്ച് ഉള്ളിൽ താമസിക്കണം. എടാ നീ ഇവിടം വരെ വന്നതല്ലേ, അവരും കൂടി വിളിക്കും. അവർ കുറച്ച് കഷ്ടത്തിലൊക്കെയാണ്, അവരൊന്ന് പോയി കാണുകയും ചെയ്യാമല്ലോ. അവരുടെ അമ്മ കഷ്ടത്തിൽ കിടപ്പ് എന്തോ ആണ്. അപ്പോൾ ഒന്ന് നമുക്ക് അവിടെ വരെ പോയി വിളിക്കാറ്. അപ്പോൾ ഇവൻ ചോദിച്ചു, ഇവരിവിടെ ഇരിക്കട്ടെ, നമുക്ക് പോയിട്ട് 1-2 മണിക്കൂർ കൊണ്ട് വരാമല്ലോ. അപ്പോൾ ഈ മീനങ്ങാടിയിൽ നിന്ന് കൽപ്പറ്റ പോയാൽ അങ്ങനെ 2 മണിക്കൂർ കൊണ്ടൊന്നും വരില്ല. അപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ പറയും പോയിട്ട് വാ, ഏതായാലും ഇവിടം വരെ വന്നില്ല, ഞാൻ എവിടെയെങ്കിലും ഇരുന്നോളാം. അങ്ങനെ ഇവരാ ബൈക്കുമ്പോൾ തന്നെ പെങ്ങളെ ബാക്കിലിരുത്തി ഇവൻ പോയി. ഞാനീ പെണ്ണും മാത്രമേ ബാക്കി. ഈ വയനാട്ടിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, അടുത്തടുത്തൊന്നും വീടുകളില്ല. അപ്പോൾ ഇവർക്ക് കുറേ സ്ഥലങ്ങളുണ്ട്, അതിൽ ഒരു നടുവിലായിട്ടാണ് ഈ വീട്. അപ്പോൾ ഇവളെന്നോട് എൻ്റെ ജോലിനെ പറ്റിയും ജോലിൻ്റെ കഥകൾ, അഡ്വഞ്ചർ അങ്ങനെയൊക്കെ ചോദിച്ച് ഇവള് നല്ല ത്രില്ലായി. പക്ഷേ ഒരു ഇൻഫർമേഷൻ ഇത് കേൾക്കണവരോട് ഞാൻ പറഞ്ഞത്, എത്ര വർത്തമാനം പറഞ്ഞാലും എത്ര പൊതു കാര്യങ്ങൾ പറഞ്ഞാലും ഈ കാമം കത്തി നിൽക്കണ കണ്ണ് കണ്ടാൽ എനിക്ക് മനസ്സിലാവും, അത് നിങ്ങളും മനസ്സിലാക്കണം. പരിപാടിക്ക് കിട്ടണമെങ്കിൽ ഒരു ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെ ക്ഷമ വേണം. പക്ഷേ ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെ സ്വഭാവം എടുക്കരുത്. അങ്ങനെ എല്ലാവരോടും ചോദിക്കാൻ പാടില്ല. ഒരു ഫോൺ നമ്പർ കിട്ടിയാൽ വിളിച്ചിട്ട് ഒരു പോളിസി എടുക്കുകയെന്ന് ചോദിക്കണ പോലെ ഒരിക്കലും പെണ്ണിനോട് പരിപാടിക്ക് ചോദിക്കരുത്. ആൾക്കാരുടെ ഇടയിലൊക്കെ നമ്മൾ വഷളാകുകയും ചെയ്യുമ്പോൾ ഒരൊറ്റ കുട്ടിനെ കളിക്കാൻ കിട്ടുന്നില്ല. അങ്ങനെ ഒരു കുഴപ്പമായിരുന്നത് കണ്ണിൽ നോക്കി മനസ്സിലാക്കണം, കിട്ടുക കിട്ടില്ല. ഈ പെണ്ണിൻ്റെ കണ്ണിൽ നല്ല തിളക്കമുണ്ട്. എങ്ങനെ കാമം, അതായത് ആ അറ്റ്മോസ്ഫിയർ നോക്കണം. അവിടെ ആരുമില്ല, ഉച്ച സമയം, പിന്നെ അവിടെ ചെറിയൊരു തണുപ്പ്, ചെറിയൊരു ചാറ്റൽ മഴ. എന്താ പറയുക എന്ന് പറഞ്ഞാൽ ബൈക്കുമേലൊക്കെ പോകുമ്പോൾ അങ്ങനെ നനയാൻ മാത്രമൊന്നുമില്ല, അതവിടെ സാധാരണ ഉണ്ടാവുന്നതാണ്. നല്ലൊരു വൈബ്. അപ്പം ഞാനിവളോട് വർത്തമാനം പറഞ്ഞ് സംഭവം സെക്സിലേക്ക് കടന്നു. ഞാൻ ചോദിച്ചു, നിനക്ക് ഇത്ര ഏജില്ല, സെക്ഷലായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നിനക്ക് താല്പര്യം ഉണ്ടോ ചേച്ചി? അപ്പോൾ ഇവൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ സെക്സ് ചെയ്ത പെണ്ണുങ്ങളെ പിന്നെ കണ്ടാൽ മനസ്സിലാവുക, അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിച്ചാൽ അവർക്ക് മനസ്സിലാവുക ചോദിച്ചു. ഞാൻ പറയും ഒരിക്കലുമില്ല. ഒരു പെണ്ണിനെ കണ്ടാൽ എങ്ങനെ മനസ്സിലാവും? അത് ആ പെണ്ണ് പറയണം, അല്ലെങ്കിൽ ആരെങ്കിലും കാണണം, അല്ലെങ്കിൽ ചെയ്തവും പറയണം. അല്ലാണ്ട് ശരീരപ്രകൃതിക്ക് ഒന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. ഈ വെർജിനിറ്റി, കന്യാകർമ്മമൊന്നും എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവില്ല. അതപ്പോൾ നിനക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഞാൻ ശരിക്കും നിന്നോട് ഡയറക്റ്റായിട്ട് പറയാം, സമയം വളരെ കുറച്ചാണ്. 1-2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് അവർ വരും. നമുക്ക് സെക്സ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ തമ്മിൽ ഇനി ജീവിതത്തിൽ കാണൂല.
ചിലപ്പോൾ കല്യാണത്തിന് വന്നാൽ കണ്ട് അത്രേ ഉള്ളൂ. പിന്നെ ഞാനും നീയും തമ്മിൽ കാണൂല. എനിക്ക് നിന്നെ സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഞാൻ മാന്യമായിട്ട് ചോദിക്കണം. നിനക്ക് എതിർപ്പുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ നിന്നെ ഒരു ഡിസ്റ്റർബും ചെയ്യൂല. താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് വളരെ താല്പര്യമുണ്ട്. നിന്നെ അത്രത്തോളം എനിക്ക് അട്രാക്ഷൻ തോന്നുന്നുണ്ട്. കാരണം എല്ലാവരോടും നമുക്ക് അങ്ങനെ അട്രാക്ഷൻ തോന്നുന്നില്ല. നിൻ്റെ ഈ ഓമനത്വം തുളുമ്പുന്ന മുഖവും നിൻ്റെ കണ്ണുകളും സത്യം പറഞ്ഞാൽ നിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് തന്നെ കയറി പിടിക്കാൻ തോന്നുന്നുണ്ട്. നീ എങ്ങനെയാണെന്ന് ചോദിച്ചു. ഇവിടെ തല താഴ്ത്തി നിൽക്കുന്നുണ്ട്, കാലും കൊണ്ട് എൻ്റെ ചിത്രമൊക്കെ വരയ്ക്കുന്നുണ്ട് നിലത്ത്. ഞാൻ അടുത്തേക്ക് ഒന്ന് മുഖം പിടിച്ച് ഉയർത്തി. അപ്പോൾ അവളുടെ സമ്മതം ഒന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു പെണ്ണും കളിച്ചോന്നൊന്നും പറയില്ല. അല്ല, മുഖം ഉയർത്തി ആ ചുണ്ട് മെല്ലെ ഒരു ചുംബനം കൊടുത്തു. ഒരു കുഴപ്പമില്ല. അതിന് ഞാൻ ചുണ്ട് ലോക്ക് ചെയ്ത് നല്ലോണം ഈമ്പിയപ്പോൾ അവൾ ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവള് കല്യാണം കഴിക്കാത്തൊരു പെണ്ണല്ലേ, ഇവൾക്ക് മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. നേരെ ബെഡ്റൂമിൽ കൊണ്ടുപോയി. ഇപ്പോൾ ഒരു നൂലിലും ഡ്രസ്സുകൾ, ഇവൾ ചുരിദാറിട്ടത്, ചുരിദാറും പാൻറ്റും ടോപ്പും പാൻറ്റും ബ്രേസറും ലാസ്റ്റാണ് സ്റ്റാൻഡ് ചെയ്ത്. അപ്പോൾ നല്ല ഷേവൊക്കെ ചെയ്ത് വൃത്തിയുള്ള പ്രദേശം. ഞാൻ നല്ലോണം നാവും കൊണ്ടൊക്കെ. കാരണം അവളുടെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അവൾ പറഞ്ഞു. ഒരിക്കലും അത് അവൾ എന്നെ മറക്കരുത്, അവൾ മരിച്ചാലും മറക്കരുത്. ഒരു 1.5-3 മണിക്കൂർ ഞാൻ നാവും കൊണ്ടൊക്കെ ചുഴറ്റി ഇപ്പുൾസും. ഈ പെണ്ണ് പല ശബ്ദങ്ങളും പുറപ്പെടുവിക്കാൻ തുടങ്ങി. അതിന് ഞാൻ മെല്ലെ നമ്മുടെ സാധനങ്ങളെ കാണിച്ചു കൊടുക്കരുത്, കാരണം പേടിച്ചാലേ വിചാരിച്ച് ഞാൻ മെല്ലെ ലാസ്റ്റ്. അപ്പോൾ അവിടെയൊക്കെ നല്ല ലൂബ്രിക്കേഷനായിട്ട് നനവൊക്കെ നല്ലോണം ഉണ്ട്. സാധനം കയറുമെന്ന് എനിക്ക് ഉറപ്പായിട്ടുണ്ടല്ലോ. അപ്പോൾ അവൾക്ക് നാവ് കൊണ്ട് ചെയ്തപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ശരീരമൊക്കെ വെട്ടി വിറക്കലും ഒക്കെ ഉണ്ട്. ഞാൻ മെല്ലെ കയറ്റി കുറേ നേരം അടിച്ചു കൊടുത്തു. ഇപ്പോഴുണ്ടല്ലോ എന്തൊക്കെയോ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. പിന്നെ അവളാകെ തളർന്നു. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പം ഞാനും അതിൽ തന്നെ ഒഴിച്ച് ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പം നോക്കാന്നുള്ള. അപ്പോൾ പിന്നെ അവൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവളോട് ചോദിച്ചു, എൻ്റെ പീരീഡ്സ് ഒക്കെ എങ്ങനെ ടൈമൊക്കെ ചോദിച്ചപ്പോൾ ഒക്കെ കറക്റ്റാണ്, ഒരു കുഴപ്പമില്ല. സമയം നോക്കുമ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് 30 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അവർ വന്ന് പോന്നിട്ടുണ്ടാവുള്ളൂ. ഞാൻ പറയും, മോളെ ഒരു പ്രാവശ്യം മതി, കൂടുതൽ ഫോർപ്ലേ എന്നാണ്, ഒരു കളിയും കൂടി. ഫസ്റ്റ് കളിച്ചത് നിനക്കും വേണ്ടിയാണ്, ഇതെനിക്കും വേണ്ടി. അതിൽ ഫോർപ്ലേ ഒന്നുമില്ല. ടൈം രണ്ടാമതാകുമ്പോൾ എനിക്ക് ഒരുപാട് സമയം വേണം. അപ്പോൾ ഫോർപ്ലേ ഒന്നും ആവശ്യമുണ്ടായില്ല. നന്നാക്കി കൊടുത്തെന്ന് പറഞ്ഞാൽ കല്യാണത്തിന് ഇവൾ വന്നിരുന്നു. സത്യം പറഞ്ഞാൽ കെട്ടിക്കണ പെണ്ണിൻ്റെ ആ നവവധുവിനേക്കാളേറെ നാണ് ഇവളുടെ മുഖത്ത് എന്നെ കണ്ടിട്ട്. പിന്നെ ജീവിതത്തിൽ ഞാൻ ആ പെണ്ണിനെ കണ്ടിട്ടില്ല. 1.5 കല്യാണം വിളിക്കലായിരുന്നു അത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോ നാളെ.